ജലജയങ്ങൾ കൂടിയിട്ട് നയന അവിടെ മണ്ണിൽ പണിയെടുക്കുന്നതൊക്കെ വീഡിയോ ആയിട്ട് ദേവയാനിയെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ആകപ്പാടെ ദേവയാനിയൊക്കെ ഷോക്കാവുന്നുണ്ട്. അതിനുശേഷം അത് ടി വിയിൽ ന്യൂസ് ആയിട്ട് വരികയാണ് കേട്ടോ. നയന എന്ന പെൺകുട്ടി മൂർത്തിസ് ജ്വല്ലറിയുടെ മരുമകളാണ്. എന്നിട്ട് പോലും ആ കുട്ടി കഷ്ടപ്പാട് മൂലം ഇതുപോലെ പണിയെടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ആ വീഡിയോ. അത് കണ്ട് ആകപ്പാടെ ഷോക്കായി നിൽക്കുകയാണ് ജലജ. എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കല്ലായിരുന്ന നിർബന്ധം അവളെ പറഞ്ഞിടാൻ വേണ്ടിയിട്ട്, ഇപ്പൊ എന്തായി? അനന്തപുരിയുടെ മാനം തന്നെ കപ്പല് കയറിയില്ലേ എന്നൊക്കെ ചോദിച്ചു നിൽക്കുകയാണ് കേട്ടോ ദേവയാനി. ഈ സമയത്ത് അങ്ങോട്ടേക്ക് നയന കയറി വരികയാണ്. വന്ന പാടെ അവൾ ചോദിക്കുകയാണ്, എന്താടി എന്റെ മോനെ പറഞ്ഞു മയക്കി? നീ വീട്ടിലേക്ക് പോയില്ലേ? നിന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് ആ തുള്ളുന്ന തള്ളക്കാണോ അസുഖം എന്നൊക്കെ ചോദിച്ചിട്ട് കനകയെക്കുറിച്ചും വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒരച്ഛനുണ്ട് കിഴങ്ങൻ, ഒന്നിനും കൊള്ളത്തില്ലാത്തവൻ എന്നൊക്കെ പറയുമ്പം നയന പറയാണ്, എന്തിനാമ എന്റെ വീട്ടുകാരെ പറയുന്നത്? ഞാൻ ആദർശേട്ടനോട് ഇതുപോലെ ജോലിക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോയതെന്ന് പറയുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ദേവയാനി ഇപ്പൊ ഒന്ന് പറയുകയാണ് കേട്ടോ. നീ ഞങ്ങളെല്ലാരെയും പറ്റിക്കുകയാണല്ലേ, ഞങ്ങളുടെ അഭിമാനമൊക്കെ കളയുകയാണല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നയനെ അടിക്കാൻ വേണ്ടിയിട്ട് ദേവയാനി കൈ ഓങ്ങാണ് കേട്ടോ. ഈ സമയത്ത് അങ്ങോട്ടേക്ക് മുത്തശ്ശി ഡി എന്ന് പറയുമ്പോഴേക്കും ദേവയാനി കൈ താഴ്ത്തിയിടുകയാണ്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഈ വീട്ടില് ആർക്കും ആരെയും അടിക്കാനുള്ള അവകാശം ആരും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അതൊന്നും ഇവിടെ ഞാൻ വെച്ചു പൊറപ്പിക്കില്ല. എന്റെ മുമ്പിൽ വെച്ച് തന്നെ നിന്റെ ഈ അഭ്യാസ പ്രകടനമൊന്നും വേണ്ട ദേവയാനി. എന്നിട്ട് ദേവയാനിയുടെ ദേഷ്യപ്പെട്ട് പറയാൻ കേട്ടോ. അനിയുടെ ആരാധിക വിളിക്കുന്നുണ്ട്. എന്താണ് കുട്ടിയുടെ പേരെന്ന് ചോദിക്കുമ്പോൾ നിന്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. ആ പെൺകുട്ടി രേഖയാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ കിടന്ന് ചിരിക്കുന്നു. എന്തിനെങ്ങനെ ചിരിക്കണമെന്ന് ചോദിക്കുമ്പം അല്ല പൊട്ടത്തരം കേട്ടാ ഇങ്ങനെ ചിരിക്കാതിരിക്കുക എന്നൊക്കെ ആ പെൺകുട്ടി പറയാൻ കേട്ടോ. അങ്ങനെ ഇവർ തമ്മിൽ നന്നായിട്ട് സംസാരിച്ച് അടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നന്ദുവിന് ഭയങ്കരമായിട്ട് കലിപ്പിളകുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ വീട്ടിലെ കനകം ഗോവിന്ദനോട് പറയുകയാണ്, എന്നായാലും നമ്മുടെ മരുമോൻ അവൻ നമ്മുടെ പെൺകുട്ടി ഇങ്ങോട്ട് വിടാൻ തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദൻ പറയാണ്, അവന് സമ്മതമായിരിക്കും, പക്ഷെ അവരുടെ അമ്മയ്ക്ക് അങ്ങനല്ല, ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തുമ്പോൾ എനിക്കൊരു പേടിയുണ്ട് എന്നൊക്കെ ഗോവിന്ദൻ പറയുമ്പോൾ കനകം പറയാണ്, അങ്ങനൊന്നും ഇല്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർ കൊണ്ടുവിടുമായിരുന്നോ, അത് തന്നെ വലിയൊരു കാര്യം എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ. അതിന് ആ ജോലി ചെയ്യുന്ന വീഡിയോ പബ്ലിക്കായിട്ട് ഫ്ലാഷ് ആവുകയാണ്. അങ്ങനെ ആ ഒരു കാര്യം ഓഫീസിൽ നിന്നുകൊണ്ട് എല്ലാവരും കാണുന്നത് ആദ്യം കാണുന്നുണ്ട്. അങ്ങനെ ആദ്യം അത് കണ്ട് ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവുകയാണ്. ഈ സമയത്ത് പവിത്രയോട് പറയാണ്, നമ്മളായിട്ടൊരു പബ്ലിസിറ്റി ഒന്നും കൊടുക്കരുതെന്ന് പറയുമ്പോൾ പവിത്ര പറയുകയാണ്, നമ്മളല്ലല്ലോ ആ സാറിന്റെ ഭാര്യ തന്നെയല്ലേ ചില്ലിൽ ചോട്ട് നടക്കുന്നതെന്ന് പറയുന്നു. ശരിക്കും തമിഴിലാണെങ്കിൽ ഈ ഒരു പവിത്ര എന്ന പെൺകുട്ടി എനിക്ക് നല്ല സപ്പോർട്ടീവ് ആയിരിക്കും കേട്ടോ എല്ലാ അവസരങ്ങളിലും. പക്ഷെ മലയാളത്തിൽ ഈ പെൺകുട്ടി നേരെ തിരിച്ചാണ്. എനിക്കിട്ട് പണിയാൻ പറ്റുന്ന അവസരങ്ങളെല്ലാം നന്നായിട്ട് പണിക്കും, അവരുടെ കൂടെ ഒക്കെ ശരിയും ചെയ്യുന്നുണ്ട്. പക്ഷെ തമിഴിൽ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ പവിത്രയുടെ സ്വഭാവം. പിന്നീട് കാണിക്കുന്ന ദേവയാനാണ് കേട്ടോ. ദേവയാനി പറയുകയാണ്, എല്ലാവരോടും ആരും പറഞ്ഞാലും ഇവർക്ക് അതൊന്നും അനുസരിക്കാൻ കഴിയില്ല, എല്ലാം തന്നെ ഇഷ്ടം ചെയ്യണം, അതാണ് ഇവളുടെ ആഗ്രഹം. ആരെങ്കിലും വിമർശിച്ചാലോ അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തുമില്ല, ഇനി ഇവൾ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ കുറെ വഴക്ക് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെ നയനെ അവിടെ കടിച്ചു പിടിച്ച് സങ്കടപ്പെട്ട് കരയുന്ന അവസ്ഥയിലായി നിൽപ്പുണ്ട്. ഇതൊക്കെ കണ്ട് നവ്യ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അവൾക്ക് കരയാൻ പറ്റുന്ന ഒരു അവസരമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതനുസരിച്ച് ദേവേനെ നന്നായിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ വരുമ്പോൾ, അതായത് ആദർശ് വരുമ്പോഴും നയനക്കിട്ട് നല്ല പണി തന്നെ കിട്ടാൻ നോക്കിയിരിക്കുകയാണ്. എന്നാലും അതിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഉച്ച കഴിഞ്ഞ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.